ഫോക്സ് ഗെയിമിംഗ് ബോയിൻ്റെ മറ്റൊരു വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു പുതിയ യൂട്യൂബറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. നമ്മളൊരു പുതിയ യൂട്യൂബറാണ്, എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് സേമി ഇറക്കിയ പുതിയൊരു ഈസ്റ്ററിൻ്റെ ഈ ഒരു ഇവൻ്റ് ആയിട്ടാണ്. ഈ ഒരു ഇവൻ്റ് എങ്ങനെയുള്ളതെന്നൊക്കെ പരിപാടികളൊന്നും നമുക്കറിഞ്ഞൂടാ. അപ്പം ഈ ഒരു ഇവൻ്റ് ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കളിക്കുന്നത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളതാകെ കുറച്ച് ചീപ്പായിട്ടുള്ളതാണെങ്കിലും കുറച്ച് പെർഫെക്റ്റ് മണിയെല്ലാം കിട്ടും. ഇവിടെ നമുക്ക് ഇവൻ്റ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റും. ഉള്ളിലേക്ക് പോയപ്പം ഉള്ളിൽ പ്രത്യേകിച്ച് വലിയ ബ്രെയിൻ കിട്ടുന്നില്ല. ഇവിടെ ഇത് ഡിവൈൻ ജിറാഫ് സ്ഥലത്ത് നമുക്ക് ഇൻഡെക്സിന് വേണ്ടി എടുക്കാൻ വേണമെങ്കിൽ നമുക്കിവിടെ ജമ്പ് ചെയ്തിങ്ങനെ പറന്നു ഡിവൈൻ ജിറാഫ് സെലസ്റ്റ്. ഓക്കെ, ഇന്നോട് ഫസ്റ്റ് ടൈം വേണ്ട എനിക്ക് ഇതിനെക്കുറിച്ചുള്ള പരിപാടികളൊന്നും അറിയില്ല. ഇവിടെ ജംപ് ഷോപ്പ് ഉണ്ട്. ഇവിടെ നിന്ന് കുറേ ഇത് കിട്ടും. നമുക്ക് ഇതൊന്നും സ്പോൺ ചെയ്യാൻ പറ്റും. ഈ ഒരു ഇത് കോയിൻസ് വെച്ചാണ് നമുക്കിത് സ്പോൺ ചെയ്യാൻ പറ്റുക. ഈ ഒരു എഗ്ഗിൻ്റെ ലക്കി ബ്ലോക്ക് നമുക്ക് ഇങ്ങോട്ട് ചാടി കളിച്ച് നോക്കാം. എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതല്ലേ, കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. ഇതെന്താ? കളക്ട് ഗോൾഡ്. 10 എണ്ണം കിട്ടി. ഓ, ഇവിടുന്ന് 10 എണ്ണം കിട്ടും നമുക്ക്. അയ്യോ, ഇവിടെ ബണ്ണി ഇത്രയല്ല എഗ് ഉണ്ട്. അപ്പം ഇതിനു മുമ്പ് ഒരു ദിവസം എൻ്റെ അനിയൻ പറഞ്ഞിന് ഞാൻ കളിച്ച് നോക്കിയെന്ന്. ഈ അക്കൗണ്ടിൽ ഓൻ കളിച്ചിട്ട് ആണ് അവിടെ ഇവൻറ്റിൻ്റെ ഒരു 2-3 ബ്രെയിൻ റൂട്ട്സില്ലേ, ആ ബ്രെയിൻ റൂട്ട്സ് അവനാണ് ആക്കിയത്. അപ്പം ഞാൻ എന്നോടൊന്ന് കളിച്ച് നോക്കാൻ പറഞ്ഞായിരുന്നു. ഞാൻ വൈകുന്നേരം ചാനൽ തുടങ്ങുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. അയ്യോ, മുഴുവൻ താഴ്പോയി. നമ്മുടെ അടുത്ത് ഇപ്പം 156 ഉണ്ട്. നമുക്കതിന് കളക്ട് ചെയ്യാം. അത് സ്പോൺ ചെയ്യാൻ പറ്റും നോക്കാം. ഇത് 13 മിനിറ്റ് ഉണ്ടാവും ഈ ഒരു ഇവൻറ്റ്. അപ്പം അപ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും നോക്കാം. എന്തെങ്കിലും കിട്ടിയാൽ നല്ലത്. ഈ ഒരു ലക്കി ബ്ലോക്ക് സ്പോൺ ചെയ്യുമ്പോൾ കുറേ ആളെടുത്ത് ഇത് കുറേയൊക്കെ ഉണ്ട്. അവർ റോബക്സ് കൊടുത്ത് ഷോപ്പിൽ പോയിട്ട് ഇതൊക്കെ വാങ്ങുന്നതാണ് സംഭവം. ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് അങ്ങനെയാണ് സംഭവം. അല്ലാതെ വേറെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പം ഇവിടെ ഇപ്പം ഈ ഒരു സ്ഥലത്ത് എൻ്റെ ബേസിലൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 ഇവൻ്റാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയം. അപ്പോൾ ഈ 3 ഇവൻറ്റിനും എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവം ഇവിടെ 100 കോയിൻസിന് ഇതൊക്കെ ആണ്. ഫസ്റ്റ് നമുക്ക് ഇതാക്കാം. ഫസ്റ്റ് എഗ്ഗ് സ്പോൺ ചെയ്യേണ്ട ഒരു പരിപാടിയാക്കാം. 250 വേണ്ടത്. ഇത് സ്പോൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളെയും നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഉള്ളതെല്ലാം നമുക്ക് ഇങ്ങോട്ട് കളക്ട് ചെയ്യാം. അത് എന്താ 2 ബ്രെയിൻ റൂട്ട് ഒരിടത്ത് പോകാനുള്ളൂ. ഒരേ ഇതായിട്ട് പോകണമല്ലോ. അവർ പോകുന്ന രീതിയിൽ പോട്ടെ. നമുക്കിതൊക്കെ കളക്ട് ചെയ്യുമ്പോൾ ഈ റാബിറ്റിൻ്റെ ഒരു തല പോലത്തെ സാധനം. അപ്പോൾ ഈ ഒരു സാധനമാണ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തതിന് ശേഷം കൊണ്ടിടുന്നത്. ഓക്കെ, അത് മനസ്സിലാവണം നമുക്ക്. ഓ, ഇത് വെറുതെ നിൽക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ആടാം അല്ലേ? അത് പൊളിയാണല്ലോ. എന്നാൽ നമുക്കില്ലേ അത് മേലേക്ക് ചാടാൻ പറ്റും. നോക്കട്ടെ, നമുക്ക് മേലേക്ക് നേരെ ഓടിപ്പോകാൻ പറ്റും. ശരി, ഓടിക്കില്ല, മേലേക്ക് പോകാൻ പറ്റും. നോക്കട്ടെ, അവിടെ എന്തോ ഉണ്ടോ. അവിടെ എന്താ ഈസ്റ്റർ സൗറുണ്ട്. എഗ് ഇത് നമ്മൾക്കുണ്ട്. ഈസ്റ്റർ സൗർ ഇവിടെ അതുപോലെ അത് പോയിട്ട് ഓക്കെ, അത് പോയി. അടുത്ത് നമുക്ക് അങ്ങോട്ടേക്ക് ചാടാം. അങ്ങോട്ടേക്ക്
ഈ ഒരു എഗ്ഗിൻ്റെ അകത്ത് നമുക്ക് അപ്പാട് ലക്കി ബ്ലോക്ക് പോലെയല്ല, ട്രെയിൻ റൂട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് അങ്ങോട്ടൊക്കെ ചാടാൻ പറ്റുന്നില്ല, നമ്മൾ വീണുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ പോയി കഴിഞ്ഞാൽ പോലെ ഉണ്ടാവുള്ളൂ, ഒന്നും കിട്ടാൻ പോകുന്നില്ല. എന്തെങ്കിലും നല്ലത് ഫോൺ യൂസ് ചെയ്യാൻ പ്ലീസ്. ഓക്കെ, അപ്പം നമുക്ക് ഈ റാബിറ്റിൻ്റെ ഈ ഒരു തലേനെ നമുക്ക് കളക്ട് ചെയ്യാം. നമുക്ക് 100 ആവാൻ ഇനി കുറച്ചും കൂടിയേ വേണ്ടും. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഈ ഈസ്റ്റർ എഗ് ലക്കി ബ്ലോക്ക് നമുക്ക് സ്പോൺ ചെയ്യാൻ പറ്റും. ഏതാ ടോപ്പ് സ്റ്റീൽസുടെ ടോപ്പ് മണി ഓൺ ചെയ്തിട്ടുള്ള ആളുടെ ഈവൻ്റൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി ഒന്ന് ചാടി പറ്റുമോ നോക്കാം. പറ്റുമോ നോക്കണ്ടു. ഓക്കെ, സത്യം പറഞ്ഞ ഈവൻ്റ് പൊളിയാണ്. ഇവിടെ ഒരു ഈസ്റ്റർ അല്ലേ, ബണ്ണി ത്രല്ലല്ലേ എൻ്റെ ആണ്. ഇവിടെ എത്തിയിട്ടുണ്ട്. ബണ്ണി ത്രല്ലല്ലേ ഇല്ല, ബണ്ണി ത്രല്ലല്ല തന്നെ. വേറെ മാറ്റങ്ങൾ പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് നമ്മൾ വീണ്ടും ഭയക്കണം. നമ്മൾ ഇനി ശ്രമിക്കാൻ നമ്മൾ നോക്കും, പക്ഷെ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. നമുക്കിത് ഇവിടുന്ന് തന്നെ കുറേ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്കിത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മൾ അങ്ങനെ ലാസ്റ്റ് 200 ആയിരിക്കുന്നു ഗൈസ്. 200 201 ഓക്കെ, അപ്പം എല്ലാവരും പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യണം. അപ്പം ഇവിടെ ഇപ്പോൾ ഒന്നുമില്ലേ, എല്ലാം കഴിഞ്ഞോ? ഇല്ല, ഇതിനെയും സ്പോണാവും, ഇഷ്ടംപോലെ സ്പോണാവും. മഴ പോലെയാണ് ഇത് വരിക. നേരത്തെ അവിടെ നിന്ന് നമ്മൾ എടുത്ത പാടും ഒന്ന് മഴ പോലെ വന്നായിരുന്നു. അപ്പോൾ ഇത് മേലെ നിന്ന് ഇങ്ങനെ മഴ പെയ്യുന്ന പോലെ വരും. പക്ഷേ ഇവിടുന്ന് കിട്ടും, അതാണ് സംഭവം. ചിലതെല്ലാം ആടിയും വരും. അതുകൊണ്ട് ഇങ്ങനെ ആടിക്കഴിഞ്ഞാൽ ഇവിടെ എത്തും. ഇതും എടുക്കാം, പിന്നെ ഇതും എടുക്കാം. പിന്നെ ഈ ജമ്പ് കൊണ്ട് നമുക്ക് ഉപകാരം എന്ന് പറഞ്ഞാൽ ബേസിൻ്റെ മേലെല്ലാം വേഗം എത്താം. പക്ഷെ ഈ ഒരു ഇവൻറ്റിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സ്റ്റീലൊക്കെ ചെയ്യുമ്പം ഈ ബ്രെയിൻ റൂട്ട് എടുത്തിട്ട് നമുക്കിതുപോലെ പറന്നൊക്കെ പോയിട്ട് സുഖമാകും. പക്ഷേ ഈ ഒരു ഈസ്റ്റർ ഇവൻറ്റിന്ന് സ്റ്റീൽ ചെയ്തിട്ട് ഇങ്ങനെ തുള്ളിയിട്ട് പറക്കാനെല്ലാം പറ്റുമെന്നുള്ളത് നമുക്ക് സംശയമാണ്. കാരണം അങ്ങനെയൊക്കെ പോകാൻ എനിക്ക് പറ്റുമോ? 216 250 സംഭവത്തിന് വേണ്ടത്. ഓക്കെ, ഈ ഒരു ഇവൻറ്റ് കഴിയുന്ന വരെ നമുക്കിത് എടുത്തുകൊണ്ടിരിക്കാം. അതിനുശേഷം നമുക്ക് ഇതാക്കാം. അതിനുശേഷം നമുക്ക് നേരെ നമ്മൾ സ്പോണാക്കാം. ഈ ഒരു ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങനെ സ്പോണാക്കും. അതുവരെ നമുക്കിത് കളക്ട് ചെയ്യാം. നമ്മൾ ഇത് നോക്കുന്നില്ല, ഇനി കോയിൻസ് എത്രയായി എന്നുള്ളത് നോക്കാം. അതെല്ലാം അങ്ങ് കളക്ട് ചെയ്യാം. 7 മിനിറ്റും കൂടിയേ ഉള്ളൂ ഈ ഒരു ഇവൻറ്റ്. അപ്പോഴത്തേക്ക് നമുക്ക് 250 ആക്കണം. അപ്പോൾ കറക്റ്റ് 222. ഓക്കെ, എനിക്ക് കൂടി കൊണ്ടുവെക്കട്ടെ. ഞാൻ ഇവിടുന്ന് എല്ലായിടത്തുനിന്നും കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മിസ്സാക്കാൻ നോക്കുന്നില്ല. മിസ്സാക്കാണ്ട് എടുക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. പോയിട്ടുണ്ടെങ്കിലേ ചിലത് ഏതെങ്കിലും ഒന്നുണ്ടല്ലേ പോയുള്ളൂ. പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ പോകുമോ എന്നുള്ളതാണ് സംശയം. വന്നാൽ പിന്നെ പോലില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഇതാണ് കുറേ ഉണ്ട്. നമുക്കൊരു 250 കറക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം എത്രയായി എന്നുള്ളത് നോക്കണം. നമുക്കിവിടെ ഇത് കയറുമ്പോൾ ഒക്കെ കാണാൻ പറ്റും. അയ്യോ, സൗണ്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ സൗണ്ട് അല്ലേ? ഓക്കെ, അപ്പം ഇപ്പം എത്രയായി നോക്കാം. 239. ഇനി 240 ആയാലും ഒരു 10 കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഹിയർ വി ഗോ നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റും. എന്നിട്ടും പക്ഷേ നമ്മൾ കളക്ട് ചെയ്യും. 6 മിനിറ്റ് ഉണ്ട്. അപ്പോഴത്തേക്ക് എത്ര കിട്ടും അത്രയും നമ്മൾ കളക്ട് ചെയ്യും. കാരണം ഇതിന് ഇപ്പോൾ
അടുത്ത ഇവൻ്റ് വരുമ്പോൾ നമ്മുടെ അടുത്ത് അത്രയ്ക്ക് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അടുത്ത എഗ്ഗ് ചെയ്യാൻ തന്നെ സ്പോൺ ചെയ്യാൻ പറ്റും. എഗ്ഗിൻ്റെ ഇത് നമുക്ക് കളക്ട് ചെയ്തുകൊണ്ട് തന്നെ നിൽക്കാം, അതായിരിക്കും നല്ലത്. ഇതിൻ്റെ അകത്ത് കുറച്ച് നൂബ് ബ്രെയിൻ റൂട്ട്സ് ആണ്. അപ്പം എനിക്കിത് മാത്രമല്ല, വേറെ 2 അക്കൗണ്ട് ഉണ്ട്. വേറെ ഒരു അക്കൗണ്ടും കൂടി ഉണ്ട്. ഈ അക്കൗണ്ടിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റെയറായിട്ട് ബ്രെയിൻ റൂട്ട്സ് ഉള്ളത്. അപ്പോൾ ഒരു കാര്യം പറയാൻ പറ്റുമോ, നമ്മുടെ ഇതില്ലേ ഇത് 254 ഇത് സ്പോൺ ചെയ്യേണ്ട ടൈം കഴിഞ്ഞു. അപ്പോൾ ഇപ്പം സ്പോൺ ചെയ്യണ്ട നമുക്ക് ആൾക്കാരത്തേക്ക്. നമുക്ക് ഈ ഒരു ഇവൻറ്റ് കഴിയുന്നവരെ കളക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് കൂടുതലായിട്ടുണ്ടെങ്കിൽ തന്നെ അത് നല്ലതാണ്. നമുക്ക് പിന്നെ ഒരു ദിവസം സ്പോൺ ചെയ്യാൻ വേറെ എന്തെങ്കിലും സ്പോൺ ചെയ്യാൻ നല്ലോണം ഉപകാരപ്പെടും, കുറേ ആക്കി വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഈ ബ്രെയിൻ റൂട്ട്സൊക്കെ ഒന്ന് പോകാണ്ടിരിക്കാൻ ഇപ്പം നമ്മൾ കളക്ട് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഇത് പോകും. അപ്പം നമ്മളിത് ഇവിടെ പൂട്ടി വെക്കുന്നതാണ് നമ്മളെ ബേസ് നമ്മൾ 170 സെക്കൻഡ്സിന് വേണ്ടി ലോക്ക് ചെയ്യും. നമുക്കിപ്പോൾ റീബർത്ത് ചെയ്യേണ്ട പൈസ ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ റീബർത്ത് ചെയ്യുമ്പോൾ ഇത് മറ്റേ അക്കൗണ്ടിലേക്ക് ആക്കണം. അപ്പോൾ മറ്റേ അക്കൗണ്ടിലേക്ക് ആക്കാൻ എൻ്റെ ചങ്ങായി ഒരു ദിവസം വരും. അപ്പോൾ അങ്ങനെ ഞാൻ ഈ അക്കൗണ്ടിൽ നിന്ന് ഈ അക്കൗണ്ടിലേക്ക് മാറ്റും. അപ്പോൾ എനിക്ക് റീബർത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ടെടുത്തതൊക്കെ പോകുന്നുള്ളൊരു ചെറിയൊരു വിഷമം എനിക്ക് ഉണ്ട്. ഇല്ലാണ്ടില്ല. പക്ഷേ 265 നമുക്കൊരു 300 അടുപ്പിച്ചാക്കാൻ തോന്നുന്നു. 300 അടുപ്പിച്ചാക്കിയിട്ടുണ്ടെങ്കിൽ വേഗം നമുക്ക് കുറച്ചും കൂടി ആക്കിയിട്ടുണ്ടെങ്കിൽ വേറൊന്നും കൂടി ഫോൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് ടൈമുണ്ട്. ഈ ടൈമിനാണ് നമുക്കത് ഇതാവാൻ പറ്റുക, ഓപ്പൺ ആക്കാൻ പറ്റുക. നമുക്ക് കുറച്ച് ഇതൊക്കെ എടുക്കാം, അതായിരിക്കും നല്ലത്. എല്ലാം എടുക്കാം ഗൈസ്, ഒന്നും നമ്മൾ ബാക്കി വെക്കരുത്, എല്ലാം എടുക്കണം. ഈ റാബിറ്റ് സെറ്റ് സംഭവം, റാബിറ്റ് ഉണ്ട് അവിടുന്ന് മേലെ നിന്ന് ഒന്ന് കിട്ടീനായിരുന്നു. അതിൻ്റെ അടുത്ത് പോയാൽ മതി, മാഗ്നറ്റ് പോലെ ഇത് ഒട്ടി നിൽക്കുന്ന ഉണ്ടോ, അതിൻ്റെ അടുത്തേക്ക് പോയാൽ മതി. അതിന് തൊടുവൊന്നും വേണ്ട കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഇവിടെ ഉണ്ട്, ഇവിടെ ആയിട്ടുണ്ടോ, അവിടെ. ഓക്കെ നമുക്ക് ഇനി ഇവൻ്റ് 2 മിനിറ്റും കൂടി ഉള്ളൂ. 283 പറ്റുന്നത്ര കളക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇവൻ്റ് കഴിഞ്ഞാൽ കിട്ടില്ല, അത് വേറെ കാര്യം. അത് നമുക്ക് ഏതായാലും പിന്നെ നോക്കാം. ഈ ഇവൻ്റ് പൊളിയാണ്. ഈസ്റ്റർ പാർട്ട് 2 ആണ്. പാർട്ട് 2 എന്ന് പറയുന്ന പോലെ പാർട്ട് 1 ഒന്നും കളിക്കാൻ പറ്റില്ല. അന്നേരമൊക്കെ വ്യത്യാസം തന്നെയായിരുന്നു. പക്ഷെ വീട്ടിൽ നിന്ന് കിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം ഫോണ് ഡിസ്പ്ലേ ഒന്ന് പോയിനായിരുന്നു. അപ്പോൾ വൈകുന്നേരം മുതൽ തുടങ്ങാൻ വിചാരിച്ച ചാനലായിരുന്നു. അപ്പോൾ ഡിസ്പ്ലേ പോയതുകൊണ്ട് കാര്യം ഞാൻ പിന്നെ ഓർത്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് ഞാനത് വിട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ ഈ ഒരു സമയമൊക്കെ ആയപ്പോൾ എന്ന് വിചാരിച്ചത് ചാനൽ തുടങ്ങണ്ടേ ഉള്ളൂ. പിന്നെയാണ് ഞാൻ തുടങ്ങിയപ്പോൾ. എനിക്ക് പിന്നെ വേറെ വലിയ മോഹങ്ങളൊന്നുമില്ല, നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആവണം അങ്ങനെയൊക്കെ ഒരു വിചാരം ഞാനിവിടെ ഉണ്ട്. അപ്പം പരമാവധി ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. അപ്പം ഇഷ്ടമാണെന്നുള്ളത് എനിക്ക് നല്ല ഇതാണ്. അപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞതുപോലെ 300 കടന്നിരിക്കുന്നു. ബേസിലൊക്കെ ചെയ്യാം, പോയിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. അങ്ങോട്ടേക്ക് പറഞ്ഞിട്ട് സൂപ്പർ. മറ്റേ ഇങ്ങനെ ഒറ്റത്തുള്ളൽ മാത്രമല്ലേ, ഒറ്റടി അങ്ങോട്ട് നമുക്ക് പറഞ്ഞിട്ട്
ഇങ്ങനെ സൂപ്പർ സൂപ്പർ സംഭവം ഗൈസ്. 59 സെക്കൻഡും കൂടിയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് മറ്റേതൊക്കെ എടുക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് സ്പോൺ ചെയ്യാം. എനിക്ക് ഇതിന് പിന്നെ ലാസ്റ്റ് കുറേ എണ്ണം സ്പോൺ ചെയ്തതിന് ശേഷം ഇതെല്ലാം ഒറ്റയടിക്കാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ടിക്കറ്റ് മുഴുവൻ എടുക്കാം. ടിക്കറ്റ് പോലെയാണിത് തോന്നുന്നു. ടിക്കറ്റ് പോലെ ടോക്കൺസ് അങ്ങനെയുള്ളൊരു സംഭവമാണ് ഞാൻ പറയുന്നത്. ആയിരിക്കും ഗോൾഡ് കോയിൻസ് അങ്ങനെ ഇരിക്കും. ഗോൾഡ് കോയിൻസ് തന്നെയാണ്. ഓക്കെ, നമുക്ക് ഇനി 21 സെക്കൻഡ്സും കൂടിയുള്ളൂ ഗായ്സ്. പിന്നെ ഈ ഒരു ഇവൻ്റ് ഇതാ ഇവിടെ അവസാനിക്കും. ഓക്കെ, നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ കളക്ട് ചെയ്ത് 318 എത്തിച്ച്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് സ്പോൺ ചെയ്യും ഗൈസ്. അങ്ങനെ ഇവൻ്റ് കഴിഞ്ഞ് ഗൈസ്. ഇനി കളക്ട് ചെയ്യാൻ ഒരു തുള്ളി ഗൈസ്. അങ്ങനെ അവസാനം നമ്മൾ സ്പോൺ ചെയ്യുകയാണ്. ഒന്ന് സ്പോൺ ചെയ്യാൻ പറ്റും. സെറ്റ് സംഭവല്ലേ. ഇത് 15 മിനിറ്റ് നമ്മൾ കാത്തു വെക്കണം. നമ്മൾ വാങ്ങിയിട്ടുണ്ട്. നമുക്കൊരു 500 മില്യൺ പോകുന്നതിന് നമ്മൾ വലിയ സാഡാവാനൊന്നുമില്ല. 500 മില്യൺ അല്ലേ. ബാക്കി ഇതാ 70 എണ്ണാണ് ഇവിടെ ഉള്ളത്. അപ്പം അതിൻ്റെ അപ്പുറത്ത് നമുക്ക് കളക്ട് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കൂടുതൽ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. അപ്പം ഇതിപ്പോൾ ഓപ്പൺ ആക്കാൻ പറ്റൂല. 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ആക്കുക. ഇവിടെ 15 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ നമുക്കിപ്പം തന്നെ ഇത് ഓപ്പൺ ആക്കി നോക്കാം. എന്തെങ്കിലും ഒഴിവുള്ള സാധനങ്ങളെ കിട്ടും. പിന്നെ നമ്മൾ വെറുതെ മോഹിക്കാനൊന്നുമില്ല. അതിതാ 2 തിങ്സ് പോലെ ഇരിക്കുന്നത്. ഏതായാലും ഡിലീറ്റ് ആക്കുന്നില്ല. പൈസ കിട്ടുന്നതാണ് കിട്ടട്ടെ. കണ്ടോ 4 ബില്യൺ ഒക്കെ ആയി ഇപ്പം തന്നെ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ. പിന്നൊരു കാര്യം, എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം പ്ലീസ്. ബൈ.